ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷന് വേണ്ടിയും ആം ആദ്മി പാർട്ടിയുടെയും മെമ്പറും കൂടിയായ തമ്പി സാറിനെ, അഡ്വക്കേറ്റ് തമ്പി സാറിനെ ഞാൻ 2 വാക്ക് പറയാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ രാമപിള്ള സാർ പറഞ്ഞതുപോലെ തിരുവനന്തപുരം തലസ്ഥാനത്ത് ജനങ്ങൾ ആർത്ത് കൂടേണ്ടിയിരുന്ന ഒരു സംഗമം ആയിരിക്കേണ്ടതായിരുന്നു. പക്ഷെ നമുക്കറിയാം, ഇന്ന് പലർക്കും ഒന്നിനും സമയമില്ല. രണ്ടാമത്തേത് നമ്മൾ വളരെ ഇന്നലെയാണ് അത് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ പലർക്കും പല ഷെഡ്യൂൾ അനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഈ ഒരു പ്രശ്നം നമ്മൾ ഗാഢമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ആ പട്ടാളത്തുകാരൻ ഒരു പട്ടാളക്കാരനല്ല, അത് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഇന്ത്യയെ കാത്ത് രക്ഷിക്കുന്ന ഒരു ഭടനാണ്. ആ ഭടനെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ അവയവങ്ങളെ, പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ഐഡൻറ്റിറ്റി ആണ്, തല എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയാണ്. തലയെ ഛേദിച്ചിട്ട് ബോഡി മാത്രം നൽകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പൂർണ്ണമായിട്ടും അപമാനിച്ച ഒരു സംഭവമാണ്. അത് ഇന്ത്യൻ ജനത അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഭരണാധികാരികൾ തുടക്കത്തിൽ അതിന് വലിയ പ്രാധാന്യം നൽകിയില്ല. ഇത് സാധാരണ നടക്കുന്ന ഒരു സംഭവമായി മാത്രമേ അവരത് കണ്ടിട്ടുള്ളൂ. പക്ഷേ പല സ്ഥലത്തും പല പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹിയിൽ നമുക്കറിയാം, ഈ റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലെ ജനങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അത് തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ജനത പോലെ വളരെ കാഷ്വലായി തള്ളിക്കളയുന്ന ആൾക്കാരല്ല ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത് ഡൽഹിയിലെ ജനങ്ങൾ. ആ ഡൽഹിയിലെ ജനങ്ങളുടെ രോഷം മനസ്സിലാക്കിയിട്ടാണ് പ്രധാനമന്ത്രി പോലും വളരെ താമസിച്ച് ഒരു മറുപടിയിലോട്ട് കടന്നിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇന്ത്യൻ ഭടനെ തല വെട്ടി ഛേദിച്ച് അവമാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റാണ് നമ്മുടെ ഇന്ത്യത്തെ ആദ്യത്തെ പൗരൻ. ഇന്ത്യയിലെ ആദ്യത്തെ പൗരനെ അപമാനിച്ചിരിക്കുന്നതായിട്ടാണ് എൻ്റെ മനസ്സിനകത്ത് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളെ നമ്മൾ വളരെ നിസ്സാരമായിട്ട്, വളരെ ചെറുതായിട്ട് കാണാതെ അതിൻ്റേതായ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാർ മാത്രം മുന്നോട്ട് വന്ന്, പ്രത്യേകിച്ച് രാമപിള്ള സാറ്, കേണൽ ചന്ദ്രൻ സാറിനെ പോലെയുള്ള ആൾക്കാർ നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നതിന് നമുക്ക് നമ്മുടെ തലസ്ഥാനത്തിൻ്റെ മുഖം രക്ഷിക്കാൻ സാധിച്ചു എന്ന് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കുന്നു. കാരണം നമ്മുടെ പ്രോഗ്രാം 12 മണിക്ക് അവസാനിക്കുന്നതുകൊണ്ട് കുറച്ച് പേർക്കൂടി സംസാരിക്കാൻ കാണും. അതുകൊണ്ട് ഇതിന് അവസരം തന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുന്നു.